എഞ്ചിനീയർ സാറേ, ഞാൻ ഇവിടെ സൈറ്റിലുണ്ട്. അല്ല, ഇന്ന് പണിയൊന്നുമില്ല, വെറുതെ ഇവിടെ വന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. ആ ശരി സാറേ, ഓക്കെ. കോൺട്രാക്ട് എഞ്ചിനീയർ അങ്ങോട്ട് വിളിച്ചാ? എന്ത് വിളിച്ച് പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. എഞ്ചിനീയർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലേ? അപ്പം നേരത്തെ അറിയിട്ട് ഇവിടെ ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ ഇവിടെ ഉള്ള അറിയില്ലേ? അറിയിട്ട് ഞാൻ പറയും ചില പണികളെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി എന്ന് പറയും. നിങ്ങൾ സമ്മതിക്കണം കോൺട്രാക്ട് പണിയണ്ട, ആർക്കും ദ്രോഹം ചെയ്യാത്ത ചില കള്ളങ്ങളൊക്കെ പറയാം. ഇതിപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പറയുന്നൊന്നുമില്ല എഞ്ചിനീയർ. പിന്നെ പറയാത്തത് സത്യമേശ്വരി കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ വെള്ളം അടിക്കുമെന്ന് എഞ്ചിനീയർക്ക് അറിയാം. അതെനിക്ക് ചീത്തപ്പേരാവും. അപ്പം കോൺട്രാക്ട് അടിക്കുന്നില്ലേ? സാധനം ഉണ്ടാ എന്താ? ഞാനേ അടിക്കില്ല, അത് ശരിയാവില്ല. ഞാനങ്ങ് മനസ്സുകൊണ്ടേ അടി അങ്ങ് നിർത്തി. നിങ്ങൾ പിന്നെ എത്ര നിർബന്ധിച്ച് അടിക്കാൻ തോന്നൂല. എന്തിനാ വെറുതെ ഈ അടിക്കില്ല എന്ന് തോന്നുന്ന മനസ്സിനെ വീണ്ടും നമ്മൾ ഇല്ലാതാക്കുന്നത്? നിങ്ങൾ അടിക്കുക, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അടിക്കണം കാണുന്ന ഒരു സന്തോഷമാണല്ലോ അല്ലേ? ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ കഴിക്കാം, ആ കറികളെ കഴിച്ചുകൊണ്ടിരിക്കുക. വേണ്ട. കപ്പയും മീൻകറിയും കഴിക്കാനാണെങ്കിൽ വീട്ടിലിരുന്ന് കഴിച്ചാൽ പോരായിരുന്നു. എൻ്റെ പൊന്ന് മേശ്ശേരി, നിങ്ങളെ കുടുംബത്തിൻ്റെ കട്ടമ്പളം തിട്ടയും കണ്ടിട്ട് അടങ്ങോളൂ അല്ലേ? നിങ്ങൾ നന്നാവാൻ പോണില്ലല്ലേ ഒരിക്കലും? ഏത് പത്തനംതിട്ട? എന്താ പത്തനംതിട്ട. കപ്പയും മീൻകറിയും മതി. കോൺട്രാക്ട് അടി പൂർണ്ണമായിട്ട് നിർത്തിയോ? എന്തിന് പൈസയും കൊടുത്ത് കടിക്കണ പട്ടി വാങ്ങിക്കുന്നത്? നിങ്ങൾ അടിക്കി അല്ല, ഞാൻ കഴിച്ചോളാം. നല്ല രസം കപ്പല്ലേ? കഴിച്ചു. വേണ്ട, നമ്മളൊരു സന്തോഷത്തിന് ഒരെണ്ണം അടിക്കുക ആശാനെ. എനിക്ക് വേണ്ട, നിങ്ങൾ അടിച്ചാൽ മതി. നിങ്ങൾ ഒഴിച്ചടി. അടിക്കണ കാണാൻ രസമല്ലേ? നമ്മൾ കുറേ അടിച്ച് അയ്യ നിർത്തി. നമ്മൾ ചാവട്ടെ. നിങ്ങളെ ചാവട്ടെ, ഞാൻ അടിയില്ല. ഒഴുകി അടിക്കുന്നില്ലേ? വേണ്ട, ഒന്ന് തൊട്ട് നോക്കിക്കൂടെ? തൊട്ട് നോക്കാൻ തോന്നിരിക്കുന്നു. സോറി മക്കളെ, എന്നോട് വിടാ. എന്നാ കഴിക്കടാ, ഒഴിച്ചടിക്കടാ. ഞങ്ങൾക്ക് വേണ്ട. എന്ത് ഞങ്ങൾക്ക് വേണ്ട? വേണ്ടാത്തെന്താ? മേസ്ത്രി ഒറ്റ കടിച്ചോ? ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ നശിപ്പിക്കണോ? നല്ല മീൻകറിയാണോ? മേസ്ത്രി ഓടിക്കോ. എങ്ങനെയുണ്ട് മീൻകറി? നല്ലതാണോ? ചുമ്മാ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഉടൽ ഉരുളല്ലേ കിടന്ന്? കുപ്പി അവരത്. ഞാൻ കപ്പയും മീനും കഴിക്കാൻ വന്നത്. കുപ്പി ആരുടെ ഇരുന്നത് നേരത്തെ? ആരുടെ കയ്യിൽ ഇരുന്നെന്ന് അതിങ്ങനെ തന്ന് നോക്ക. ഞാൻ അടുത്ത് അങ്ങ് വച്ച് നിങ്ങൾ നിങ്ങളെ ജീവിതം നശിപ്പിച്ച് ഞങ്ങളെ കൂടി നശിപ്പിക്കോ? ദൈവത്തിനാണ് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അറിയാതെ ഒന്ന് പെട്ടതാണ്. കുപ്പി എൻ്റെ അല്ല. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന്. കുപ്പിയുള്ളവരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അച്ഛൻ വീട്ടിലോട്ട് വന്നേ. പിടി. എന്തിനു പിടിക്കണേ? അച്ഛൻ കൂടെ ഒന്നും പറയണ്ട. അച്ഛൻ സ്വഭാവമൊക്കെ നമുക്ക് മനസ്സിലായി. വാ വീട്ടിലേക്ക് കിടക്ക്. അതിവിദഗ്ധമായിട്ട് പറ്റിക്കാൻ നോക്കി, പക്ഷെ ദൈവം നമ്മുടെ കൂടെ. ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കൂടെ ദൈവം എന്തിനാ നിൽക്കാത്തത്? നിങ്ങളെ കുടിച്ച് ചാവും. അതാ നല്ലത്. ഇങ്ങോട്ട് പോരടാ. വാ പിടിച്ചോണ്ട് വേടാ ഇങ്ങോട്ട്. ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ വിചാരിച്ച ഫുഡ് മാത്രമുള്ളതെന്ന്. സത്യമേശ്വരി ആണ്ട് കുപ്പി കൊണ്ടു വെച്ച് ഞാൻ അറിഞ്ഞില്ല. സർപ്രൈസ് ആയിരുന്നു. ഞാൻ വീട്ടിലെ മീൻകറിയും ചോറും എല്ലാം ഉണ്ടാക്കി വെച്ച് അത് കഴിക്കാൻ നേരമില്ല നിങ്ങൾക്ക്. എന്നാൽ അവധി ദിവസമാണ് എല്ലാം നല്ലത് ഉണ്ടാക്കി തരാമെന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചത്. ഒന്ന് കപ്പയും മീൻകറി കള്ളുകൂടി പിടിച്ച് പൂട്ടിയിട് ചേച്ചി. ഇത് എന്റെ ജീവിതമാണ്, കളിക്കല്ലത് വെച്ച്. കപ്പയും മീനും കൊള്ളാടാ. കപ്പയും മീനും പോലെ എന്നെ തിന്നാൻ സമ്മതിക്കില്ല. ഇത് എന്തിനാ ഇത്? എന്റെ അമ്മ വാ നടക്കിങ്ങോട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.